എന്നെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ കേൾക്കുന്ന ഓക്കെ റൈറ്റ് എന്നെ കേൾക്കുന്ന ഈ ക്ലാസ്സിലെ 2 മണിക്കൂർ എന്നെ കേൾക്കുന്ന ഞാൻ ആദ്യമായി കേൾക്കുന്ന കാണുന്ന കുട്ടികളെ അവരുടെ ഭാവി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഏതൊരു അധ്യാപകനും ചെയ്യേണ്ടത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മീ. മേക്ക് ഷുവർ ദാറ്റ് യു ഹിയർ മീ. ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണം. എന്നാലേ എനിക്ക് പറയാൻ പറ്റൂ, കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റൂ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിലാണെങ്കിൽ, ക്ലാസ് റൂം മുറിയിൽ നടക്കുന്ന നേരിട്ടുള്ള ബോധനത്തിലാണെങ്കിൽ അധ്യാപകൻ കുട്ടികളെ കാണുന്നുണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനിങ് ഉണ്ട്, ഡയലോഗിങ് ഉണ്ട്, കൺഫർമേഷൻ ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. യു മസ്റ്റ് ബി റെഡി വിത്ത് എ പെൻ ആൻഡ് എ ബ്ലാങ്ക് നോട്ട് ബുക്ക്. എല്ലാവരും അവരുടെ കയ്യിൽ ഒരു പെൻ. ഷുവർ വെരി ഗുഡ്. അപ്പോൾ അത് കരുതണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ്സിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കും, സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കും, ഇംഗ്ലീഷിലും മലയാളത്തിലും. ആ വാക്കുകളൊക്കെ 1, 2, 3 ഇട്ട് കുറിച്ച് വെക്കണം. അപ്പം ഈ ക്ലാസ് കഴിയുമ്പം പരമാവധി വാക്കുകൾ, ഞാനിപ്പം 3-4 വാക്കുകൾ പറഞ്ഞു. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ മെന്റൽ ഇക്വിലിബ്രിയം, നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഞാൻ പറഞ്ഞു. ഈ വാക്കുകളിൽ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല വാക്കുകളും കേട്ടിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് ഉപയോഗിക്കും. എന്തുകൊണ്ടെന്നാൽ ക്ലാസ് ഇന്റർവ്യൂവിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം നന്നായിട്ട് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ കോൺഫിഡൻ്റ് ആവാൻ പറ്റൂ. അപ്പോൾ however great may be your ideas, you may not be able to present things in a presentable way unless you have adequate vocabulary in your hand. ശരിയല്ലേ? പദസമ്പത്തില്ലെങ്കിൽ നമ്മുടെ ആശയം എത്ര മഹത്തരമാണെങ്കിലും നമുക്കത് പ്രസന്റബിൾ ആയിട്ട് മറ്റൊരാൾക്ക് ഇംപ്രസീവായി തോന്നുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വൊക്കാബുലറി നമ്മൾ നന്നായിട്ട് വർദ്ധിപ്പിക്കണം. ഒരു കാര്യം, ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ പൊതുവായിട്ട് കുറേ കാര്യങ്ങൾ പറയും. അത് പാലിച്ചാൽ തന്നെ ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഇന്റർവ്യൂ ഹാൾ ഡ്യൂറിംഗ് ദ 10 minutes. ബിഫോർ ദാറ്റ് എന്തൊക്കെ ചെയ്യണം നിങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ പറയും. അതുപോലെ പാലിച്ചാൽ 1, 2, 3 മാർക്ക് അധികം കിട്ടും. ഞാൻ ഇൻഫർമേഷനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പാലിക്കേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അത് അതേപടി പാലിക്കണം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ 2 മാസം നിങ്ങളുടെ ബിഹേവിയർ എന്തായിരിക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം, അതൊക്കെ അതേപടി പാലിക്കണം 2 മാസം. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഇന്റർവ്യൂവിൽ വേണ്ട വിധം ശോഭിക്കാൻ പറ്റൂ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതേപടി പാലിക്കണം. അങ്ങനെയുള്ളവർ മാത്രം ഈ കോഴ്സ് ഇത് പൂർത്തിയാക്കുന്നത് വരെ ജോയിൻ ചെയ്യുക. അത് പറയുന്നത് പോലെ കേൾക്കുക. കാരണം നമ്മളൊക്കെ ഒരുപാട് 10-40 വർഷം അധ്യാപന രംഗത്തും ഗവേഷണ രംഗത്തൊക്കെ പരിചയമുള്ള ആളാണ്. വി ഹാവ് സീൻ ആസ് മെനി സ്റ്റുഡൻസ്. ഞാനൊക്കെ ഇപ്പോൾ 1,00,000-ഓളം ആൾക്കാരുമായിട്ട് കഴിഞ്ഞ ഒരു കൊല്ലം സംവദിച്ചിട്ടുണ്ട് ക്ലാസ് മുറിയിൽ. അപ്പോൾ പറയുന്നതിന് ചില റീസൺസ് ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കി തരും പിന്നീട്. ഇപ്പൊ കേട്ടാൽ മതി, പറയുന്നത് അതേപോലെ പാലിച്ചാൽ മതി. അനുസരിച്ചാൽ മതി എന്നല്ല, പാലിച്ചാൽ മതി. അനുസരിപ്പിക്കാൻ എനിക്ക് നിങ്ങളോട് തൽക്കാലം അധികാരമൊന്നുമില്ല, പക്ഷെ പാലിക്കാനുള്ള അപേക്ഷ, റിക്വസ്റ്റ് എനിക്ക് ധൈര്യസമേതം നിങ്ങളുടെ മുന്നിൽ വെക്കാം. ബിക്കോസ് ഐ ആം യുവർ mentor here. I'm not a teacher here.
ബിക്കോസ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വ ഘടനയെയും കുറച്ചൊക്കെ അറിവിനെയും പിന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ രീതിയെക്കുറിച്ചും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അഭിരുചിയെക്കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചും അറിയുക. അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ഉദ്ദേശം. അറിവൊക്കെ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പറയുന്ന, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വാക്കുകളും നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്തവയാണെങ്കിലും ചില സാങ്കേതിക പദങ്ങൾ, ടെക്നിക്കൽ വേർഡ്സ് ഞാനിവിടെ ഉപയോഗിക്കും. അത് നിങ്ങൾ കുറിച്ച് വെക്കണം. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ആ വാക്കുകളൊക്കെ ഒന്ന് കണ്ണോടിക്കണം. നമ്മളിപ്പോൾ 2.5 മണിക്കൂറുള്ള ഇപ്പോഴത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 50 ന്യൂ വേർഡ്സ്, ഒരു 50 പുതിയ വാക്കുകളെങ്കിലും നിങ്ങൾക്ക് കിട്ടും. സോ ഈ 2 മാസത്തിനുള്ളിൽ നമ്മൾ നടത്താൻ പോകുന്ന ഒരു 10 ക്ലാസ്സിനുള്ളിൽ ഒരു 10, 100, 400, 500 പുതിയ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം കോൺഫിഡൻ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അത് തന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ രീതിയെ മാറ്റും. ദാറ്റ് വിൽ ഫെച്ച് യു. അത് നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് അഡീഷണൽ 1 or 2 മാർക്സ്. ഈ അഡീഷണൽ 1 or 2 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. ബിക്കോസ് ഒരു റാങ്ക്, ഒരു മാർക്ക് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഒരുപക്ഷെ 100 റാങ്കിൻ്റെ വ്യത്യാസം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 100-ാമതും നിങ്ങളെക്കാൾ ഒരു മാർക്ക് കുറഞ്ഞ ആൾ 200-ാമതുമായിട്ട് മാറുന്നൊരു അവസരം, ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരു മാർക്ക് അധികം കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഒരു പക്ഷേ ഒരു കൊല്ലം മുമ്പ് നടക്കും, മറ്റേ ആളുടെ അപ്പോയിൻമെൻ്റ് ഒരു കൊല്ലത്തിന് ശേഷമേ നടക്കും. ഈ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് സോ മെനി ബെനിഫിറ്റ്സ്. ഫിനാൻഷ്യലി ഡയർ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പറയാൻ ആളുമല്ല. എങ്കിലും നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പറയാണ്, 12 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് മറ്റേയാളെക്കാൾ അധികം കിട്ടും. കാരണം അയാൾ ജോയിൻ ചെയ്യുന്നത് നിങ്ങളെക്കാൾ ഒരു മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഒരു കൊല്ലത്തിന് ശേഷമാണ് അപ്പോയിൻമെൻ്റ്. അങ്ങനെ നോക്കിയാൽ, സോറി, ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കാൾ 12 മാസത്തെ ശമ്പളം നിങ്ങൾ അധികം വാങ്ങുന്നില്ലേ? ഉണ്ട്. പിന്നെ നിങ്ങളുടെ സർവീസിൽ അനുവാദിക്കില്ലേ? അതായത് അവസാനം നിങ്ങൾ പിരിയുന്ന സമയത്തുള്ള ബേസിക് പേ അദ്ദേഹത്തെക്കാൾ ഒരു ഇൻക്രിമെന്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ശമ്പളം മൊത്തം വർദ്ധിക്കില്ലേ സർവീസ് കാലം മുഴുവനും? അവസാന ഘട്ടത്തിലുള്ള നിങ്ങളുടെ ബേസിക് പേ വളരെയധികം വർദ്ധിക്കില്ലേ? അത് നിങ്ങളുടെ പെൻഷൻ എമൗണ്ടിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കൂലേ? സോ ദാറ്റ് ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിന്റെ ഗുണം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ചെറിയ കാര്യമല്ല. PT ഉഷയ്ക്ക് ഇന്നലെ നമുക്കറിയാം, ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രക്ക് ആദ്യ റൗണ്ടിൽ തന്നെ സ്വർണം കിട്ടി. ശരിയാണ്, നല്ല കാര്യം. പക്ഷെ PT ഉഷയ്ക്ക് സ്വർണം നഷ്ടപ്പെട്ടത്, സോറി, 4ാമത്തെ മെഡൽ, 4ാമത്തെ സ്ഥാനം കിട്ടിയത്. 3ാമത്തെ മെഡലായ വെങ്കലം നഷ്ടപ്പെട്ടത് 1 സെക്കൻഡിന്റെ 100-ൽ-1 അംശം കൊണ്ടാണ്. അതായത് 0.01% ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡ് എത്രയാണെന്ന് നമുക്കറിയാലോ, അറിയില്ലേ? ഹലോ, ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ആദ്യം പറഞ്ഞു പറ്റും, ചാറ്റ് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ PT ഉഷയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു സെക്കൻഡിന്റെ 100-ൽ-1 അംശം കൊണ്ടാണ്. അത് അവരെ എങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ? Had she gained a medal, what would have been her situation now? അന്നൊരു മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നെന്താകുമായിരുന്നു? സോ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കണം.
അപ്പോഴേ നമുക്ക് വളരാൻ വേണ്ടി പറ്റും. സോ ഞാൻ പറഞ്ഞു, ചെറിയ ജലദോഷമുണ്ട്, മൂക്കടപ്പുണ്ട്, ഇതോടെ ക്ഷമിക്കണം. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ്, പല്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഈ കോവിഡ് വന്ന് എൻഗേജ്ഡ് ആയത്. ഉണ്ടായ സാരില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. ഞാനിപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ ഫിസിക്കൽ ഡിസ്റ്റർബൻസ് വന്നപ്പോൾ, മൂക്കടപ്പ് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞു. ഈ സോറിക്ക് ഒരുപാട് മീനിങ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളോട് ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണല്ലേ? അതെ. അപ്പോൾ അതെ സർ. ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് മര്യാദകൾ പാലിക്കാനുണ്ട്. നോട്ട് ഓൺലി ദിസ് കമ്മ്യൂണിക്കേഷൻ, ബട്ട് എവറിവെയർ ഇൻ ലൈഫ് you will have to follow certain protocols. പ്രോട്ടോകോൾ എന്നുള്ള വാക്കിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം കേട്ടിട്ടുണ്ടാവും, കോവിഡ് പ്രോട്ടോകോൾ. കോവിഡിനെ നേരിടാൻ ചില നിർദ്ദേശങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, റിട്ടൺ ആയിട്ടുള്ള, അത് പാലിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും, കാരണം ക്ലാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഇൻ്റർവ്യൂ എന്ന് പറയുന്നതും നിങ്ങളുടെ വ്യക്തിത്വത്തെ അവരെ അറിയിക്കാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഈ സമയത്ത് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ മുഖവുരയായിട്ട് നിങ്ങളോട് പറയാനുണ്ട് എനിക്ക്. പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ടങ്ങ് വരാം കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അപ്പോൾ ഐ വിൽ ഹാവ് ടു മേക്ക് യു റെഡി. യെസ്, തോണ്ടൈക്ക് സെറ്റ്, നമ്മുടെ തോണ്ടൈക്കൊക്കെ പറഞ്ഞില്ലേ, സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ പല കാര്യങ്ങൾ പറയും. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. വിദ്യാഭ്യാസം എല്ലാത്തിലും ഉണ്ട്. ജസ്റ്റ് ലൈക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പോലെ കണക്ക് എല്ലാത്തിലും ഉണ്ട്. എവിടെയുണ്ട്? കോവിഡിൽ കണക്കുണ്ട്. നിങ്ങൾ ബസ് കയറിയ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കണക്കുണ്ട്. ഒരു മൈതാനത്തിൽ ഒരു കളി നടക്കുമ്പോൾ അവിടെ ഒരു കണക്കുണ്ട്. പച്ചക്കറി മാർക്കറ്റിൽ ഒരു കണക്കുണ്ട്. നിങ്ങൾ അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിന് വെണ്ടക്കയും തക്കാളിയും മുരിങ്ങാക്കോലൊക്കെ അരിയുന്നതിലും അത് വെക്കുന്നതിലും ഒരു കണക്കുണ്ട്. സോ കണക്ക് അല്ലെ, സ്ഫടികം സിനിമയിൽ നമ്മുടെ തിലകൻ പറയുന്നുണ്ട്, ജീവിതത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണെന്ന്. അപ്പൊ കണക്കൊരു ഇന്റർ റിലേറ്റഡ് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും. ഇറ്റ്സ് എൻ ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളും പറഞ്ഞു വരും. സോ ദാറ്റ് ഐ വിൽ ഹാവ് ടു ലിങ്ക് യുവർ മൈൻഡ് വിത്ത് സർട്ടൻ അതർ തിങ്സ് ടു. മറ്റ് പല കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മനസ്സിനെ എനിക്ക് ബന്ധിപ്പിക്കാറുണ്ട്, നിങ്ങളുടെ ചിന്തയെ എനിക്ക് ബന്ധിപ്പിക്കാറുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഇഫക്റ്റീവ് ആവും പിന്നീട്. അല്ലാതെ ഒരു ചോദ്യം ഒരു ഉത്തരം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യം ഇൻ്റർവ്യൂവിന് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ഞാൻ ആ ചോദ്യം ഉത്തരവൊക്കെ പറയും, പക്ഷെ അതിൻ്റെ കൂടെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള, അതിന് സബ്സ്റ്റാൻസ് ചെയ്യാനുള്ള, സ്ഥിരീകരിക്കാനുള്ള, സമർത്ഥിക്കാനുള്ള മറ്റ് ഇൻഫർമേഷൻസും കൂടെ പറയണം. ഞാനത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പം സംസാരിക്കുമ്പോൾ മൂക്കടപ്പ് വന്നപ്പോൾ സോറി എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഒരു ശീലമായിട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂവിലും പ്രകടിപ്പിക്കണം. അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന 10 മിനിറ്റിനുള്ളിൽ, 7 മിനിറ്റിനുള്ളിൽ, 6 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു, ഒന്ന് തുമ്പേണ്ടി വന്നു. അപ്പൊ തുമ്മി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിലല്ല അവിടെ നിൽക്കേണ്ടത്. സോറി സർ എന്നവരോട് പറയണം. അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. സോ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രോട്ടോക്കോൾ, കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ അവശ്യം പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളെയാണ്, മര്യാദകളെയാണ് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. ഈ വാക്കിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഉണ്ടോ? വേഗം പറയൂ, സമയങ്ങളുണ്ട്. സാർ ആ വാക്ക് എഴുതിയെടുക്കണ്ടേ? കേട്ടിട്ടുണ്ട് സാർ.
ശരണ്യ ശാന്തകുമാർ കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും കേട്ടാലും കേട്ടില്ലെങ്കിലും ആ വാക്കുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. വെരി ഗുഡ് റിയാസ്. അപ്പൊ ശരി, ഇനി നമുക്ക് കുറച്ചുകൂടെ ന്യൂസ് വരാൻ സാരില്ല. അപ്പൊ കേട്ടവരും കേൾക്കാത്തവരും ആ വാക്കൊന്നുകൂടി എഴുതി വെക്കുക. അങ്ങനെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും. അത് നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കും. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാണ്. ഭാഷയെക്കുറിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖനായ റവല്യൂഷണറിയായ ഒരു ഭാഷാ ശാസ്ത്രജ്ഞനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നോം ചോംസ്കി. അറിയാലോ ചോംസ്കി? ചോംസ്കിയെ കുറെ കാര്യങ്ങൾ ഇത് ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഭാഷ ഏകീകരണ സമിതി. ഓക്കെ, ഓക്കെ. ഇത് അങ്ങനെ കേട്ടാൽ മാത്രം അതിന്റെ പിന്നിലുള്ള തത്വം മൈക്കൊന്ന് ഓഫാക്കുക. അത് ഞാൻ പറയുന്നത് എനിക്ക് ഓക്കെ. അപ്പോ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചോംസ്കിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ, ഓക്കെ, ഹോൾ ലാംഗ്വേജ് അപ്രോച്ച്, അതായത് ഭാഷ ആകീരണ സമീപനം, യൂണിവേഴ്സൽ ഗ്രാമർ, സാർവലൗകിക വ്യാകരണം, അതുപോലെ എന്താണ് സമഗ്ര ഭാഷാ സമീപനം പഠിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇനി ഞാൻ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് ഒന്നങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ വിചാരിക്കും ഭാഷാ ആകീരണ സമീപനം ആര് കൊണ്ടുവന്നതാണ്? ചോംസ്കി എന്ന് പറഞ്ഞാൽ ഉത്തരമായി എന്ന് നിങ്ങൾ കരുതരുത്. ഒരുപക്ഷെ ചോദ്യം അതായിരിക്കില്ല. ചോദ്യം നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാനാണെങ്കിൽ ചോദിക്കുക, ചോംസ്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഷാ സിദ്ധാന്തമാണല്ലോ സാർവലൗകിക വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ. എന്താണ് നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾ ബുദ്ധിമുട്ടിലാവും. കാരണം ആ കാര്യത്തെക്കുറിച്ച് മുഴുവനുമായിട്ടുള്ള ആ ആശയത്തെക്കുറിച്ചുള്ള അറിവ് ഒരുപക്ഷെ പൂർണ്ണമായും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. ഇതൊക്കെ പിന്നീട് പറയാം. അപ്പോൾ ഒരു കാര്യത്തെ ഗ്രഹിക്കണമെങ്കിൽ അതിൻ്റെ ആശയം സമഗ്രമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ബ്രൂണറൊക്കെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആശയ പഠനം, ആശയ സമീപനം, ആശയ രൂപീകരണം, ഇങ്ങനെ കുറെ കാര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാശയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആശയത്തിന് ഒരു പേരുണ്ട്, ആശയത്തിന് സമാനവും വ്യത്യസ്തവുമായ ഉദാഹരണങ്ങളുണ്ട്, ആശയത്തിന് വേണ്ടതും വേണ്ടാത്തതുമായ സവിശേഷതകൾ. അതായത് ഒരാശയത്തിന് എസെൻഷ്യലി റിക്വയർഡ് ആയതും എസെൻഷ്യലി നോട്ട് റിക്വയർഡ് ആയതുമായ സവിശേഷതകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ത്രികോണത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ത്രികോണം എന്നുള്ളത് 3 കോണുള്ള ഒരു ഇതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് 3 കോണുണ്ടാവുക എന്നുള്ളത് അവശ്യം വേണ്ട ഒരു പ്രത്യേകതയാണ്. ഇറ്റ്സ് എ ഫീച്ചർ ദാറ്റ് ഈസ് എസെൻഷ്യലി റിക്വയർഡ്. അതില്ലാതെ അത് ത്രികോണാവുന്നില്ല. അതിന് 3 കോണുണ്ടായിരിക്കണം. പക്ഷേ ഇനി പറയാൻ പോകുന്ന കേൾക്കണം. പക്ഷേ അതിൻ്റെ കോണളവ് 10 10 ഡിഗ്രി ആവണോ, 20 ഡിഗ്രി ആവണം, 30 ഡിഗ്രി ആവണോ, 40 ഡിഗ്രി ആവണോ എന്നുള്ളത് ആവശ്യമുള്ള ഒരു ഇത്ര കോണളവുള്ളതായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോണുണ്ടായിരിക്കണം എന്നല്ലാതെ, കോണുണ്ടാവുക എന്നുള്ളത് ഒരു അവശ്യം വേണ്ട സവിശേഷതയാണ്. ബ്രൂണർ പറയുന്ന പോലെ ആ കോണളവ് ഇത്രയായിരിക്കണം എന്നുള്ളത് എസെൻഷ്യലി നോട്ട് റിക്വയർഡ്. ഇതാണ് ബ്രൂണറുടെ ആശയ പഠനം. അപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ബ്രൂണറുടെ ആശയ പഠനത്തെ കുറിച്ചൊന്ന് വിശദമാക്കാമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശദമാക്കേണ്ടി വരും.
അപ്പോൾ വിശദമാക്കണമെങ്കിൽ ഒരാശയത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവുണ്ടാവണം. ആശയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കുറെ അറിവുണ്ട്. ആ പിന്നാമ്പുറങ്ങളിലെ അറിവ് മനസ്സിലാക്കിയാൽ മാത്രമേ അറിവിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം കുറെ എന്നെ കേട്ടാൽ മാത്രം മതി, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് സസൂക്ഷ്മം സശ്രദ്ധം കേൾക്കുക, പുതിയ വാക്കുകൾ എഴുതിയെടുക്കുക. ഓക്കെ ഓക്കെ, സർ. ശരി ശരി. ഓക്കെ സർ. ഒരാൾ പറഞ്ഞാൽ മതി, ഒരാൾ പറഞ്ഞ് മറ്റേ കേട്ട് പിന്നെ മറ്റൊരാൾ പറയണ്ട. എന്താ വെച്ചാൽ നമ്മുടെ സമയം കളയണ്ട. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് വരാം. ഞാൻ നിങ്ങളെ കുറെ ആളെ കാണുന്നുണ്ട്, ആതിര, സരിക ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നെ നിങ്ങളെല്ലാവരും കാണുന്നുമുണ്ട്. പക്ഷെ ഇതുവരെ എൻ്റെ പേരാരും ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം വഴി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അറിയാം, വെരി ഗുഡ്. എൻ്റെ പേര് ഡോക്ടർ ബാലകൃഷ്ണൻ എന്നാണ്. ഞാൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഓക്കെ, ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരാൻ ഇവിടെ കേരളത്തിലൊന്നും പോസ്റ്റ് ഇല്ല. ഡൽഹി, ബോംബെ, കൽക്കട്ട വലിയ വലിയ നഗരങ്ങളിലേ ഉള്ളൂ. സോ ദാറ്റ് ഐ എം നോട്ട് ഏബിൾ ടു കം ഓവർ ഹിയർ. ഒരിക്കലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. സോ ഐ ടുക്ക് VRS just 2 years, 3 years ago. Now I am settled in Calicut with my wife and 2 daughters. ഓക്കെ, അപ്പം നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അറിഞ്ഞോളാം. അപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങളും, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഞാനും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ചില ആൾ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരിട്ടങ്ങ് സംസാരിക്കുകയാണ്. എല്ലാവരും അല്ല, ചില ആൾ നേരിട്ടങ്ങ് വിഷയത്തിലേക്ക് പോകും. അങ്ങനെയല്ല, ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആവശ്യത്തിനാണ് വിളിക്കുന്നത്, എനിക്ക് സാറിനെ അറിയാം, ഒക്കെ സംസാരിക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു മുഖവുര ആവശ്യമാണ്. ഏത് കാര്യത്തിനും ഇടിപിടി എന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് പോകരുത്. നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണ്, ഒരു നോവൽ വായിക്കുകയാണ്. ആ നോവലിന്റെ മുമ്പ്, ആ നോവൽ തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു ആമുഖമുണ്ട്. ഒരു നാടകം തുടങ്ങുകയാണെങ്കിൽ ആ നാടകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം, ഒരു പ്രില്യൂഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ, PRELUDE. പ്രില്യൂഡ് ഉണ്ട്, ഒരു മുഖവുരയുണ്ട്. അപ്പോൾ ആ മുഖവുരയോട് കൂടി മാത്രമേ വിഷയത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഈ മുഖവുര, ആമുഖം എന്ന് പറയുന്നത് വിഷയത്തിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരാനുള്ള ഒരു പാലമാണ്. ഇറ്റ്സ് എ ബ്രിഡ്ജ്. ഇത് ഞാനിപ്പോ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ഇന്റർവ്യൂ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത്, എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ദർശനം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, വിദ്യാഭ്യാസത്തെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ, ഓക്കെ, അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ചോദ്യമാണ്. ഒബ്ജക്റ്റീവായിട്ട് ഉത്തരം പറയാവുന്ന ചോദ്യമല്ല. മെനി candidates may give their answer in different ways. ഓരോ ആളും ഓരോ തരത്തിലെ ഉത്തരം പറയാം. എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ദർശനം, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസ വീക്ഷണം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ഉത്തരം പറയാം. സർ, ഉത്തമമായ ഒരു പൗരനെ നിർമ്മിച്ചെടുക്കലാണ്, സാമൂഹ്യ പരിഷ്കരണമാണ്, രാഷ്ട്ര നിർമ്മാണമാണ്, ജ്ഞാനാർജനമാണ്, നല്ലൊരു സാമൂഹ്യ സൃഷ്ടിയാണ്. ഇങ്ങനെ യു കൻ ഏബിൾ ടു ഗീവ് ഹൺഡ്രഡ്സ് ഓഫ് ആൻസർ. ഒന്നുമില്ല, ഒരു 10 ഉത്തരങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ തരാൻ പറ്റും, കൊടുക്കാൻ പറ്റും. പക്ഷെ അത് നേരിട്ടങ്ങ് കൊടുക്കുകയല്ല വേണ്ടത്. മറിച്ച് അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എങ്ങനെ ഉത്തരം തുടങ്ങണം എന്നറിയോ? ഞാനിപ്പോൾ പറയുന്നത് പോലെ. സർ, വളരെ നല്ല ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. അതേസമയം വളരെ ചാലഞ്ചിങ്ങും വെല്ലുവിളി നേരിടുന്ന ഒരു ചോദ്യവുമാണത്. എങ്കിലും എൻ്റെ വിദ്യാഭ്യാസ ദർശനത്തെ ഞാനൊന്ന് ചുരുക്കി വിവരിക്കാം, കേട്ടോ? ഇങ്ങനെ തുടങ്ങിയാൽ മൂഡ് നിങ്ങളുടെ മേലെ വളരെ ഇംപ്രസീവ് ആവും.
കാരണം നിങ്ങളൊരു ചോദ്യത്തിനെ പക്വതയോടുകൂടി നേരിടുന്നുണ്ട് എന്ന് ബോർഡിന് മനസ്സിലാവും. റിയാസ് പറയുന്നു യെസ് ഗുഡ്. റിയാസ് നമുക്ക് ജോലി വാങ്ങിയെടുക്കണമല്ലോ, നേടിയെടുക്കണം. അതിനൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം. അതിങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാവും എന്നുള്ളത് അവർക്ക് അപ്പൊ മനസ്സിലാവും ബോർഡിന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ബോർഡ്. ബോർഡ് ഈസ് ഹൈലി ഇന്റലിജന്റ്. നിങ്ങൾ ഒരു ഉത്തരം പറയുന്നതോടുകൂടി നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉത്തരം മതി, ഒരു മറുപടി പറയുന്നതിൽ മതി. നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് കൂടി മനസ്സിലാവും. നിങ്ങളുടെ ഒരു മാനറിസത്തോടു കൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മാനറിസം, ബോഡി ലാംഗ്വേജ്, ബോഡി മാനറിസം, വെർബൽ മാനറിസം, ഇതൊക്കെ എഴുതി വെക്കണം വാക്ക്. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇന്നത്തെ ക്ലാസ് ഒരു പ്രില്യൂഡ് ആയിരിക്കും, പിന്നെ നമുക്ക് വരാം. പക്ഷെ ഇതിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഞാനിപ്പം നടത്തുന്നത് ക്ലാസ് അല്ല, ഞാനിപ്പം നടത്തുന്നത് വിദ്യാഭ്യാസമല്ല, ഒരു കൗൺസിലിംഗ് ആണ് എന്ന് നിങ്ങൾ ആദ്യം ധരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ക്ലാസ്സുകളിൽ ഞാൻ ഇന്റർവ്യൂ ഒരു കൗൺസിലിംഗ് ആണ്. ഞാനിപ്പോൾ നിങ്ങളോട് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് ആണ്. കണ്ടില്ലേ? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കോളേജിലും ആശുപത്രിയിലൊക്കെ ഉണ്ടാവും കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവിദ്യാഭ്യാസം എന്നാണ് അതിന്റെ ശരിയായ മലയാളം. ഉപവിദ്യാഭ്യാസം. അതായത് നിങ്ങൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്, ഇന്റർവ്യൂവിന് മുമ്പ് എന്തൊക്കെ പ്രവർത്തിക്കണം, ചെയ്യണം, പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇതിനാണ് ഞാൻ ആദ്യം നിങ്ങളോടൊരു വാക്ക് ഉപയോഗിച്ചത്. ഐ എം നോട്ട് യുവർ ടീച്ചർ, ഐ ആം യുവർ മെന്റർ. മെന്റർ അല്ലേ? സഹരക്ഷിതാവ്. അങ്ങനെ വെരി ഗുഡ്, വെരി ഗുഡ്. സുബലക്ഷ്മിയാണെന്ന് തോന്നുന്നു ഉത്തരം പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അതിലൊരു ചെറിയ തകരാറുണ്ട്. ഈ മലയാള പദങ്ങൾ പലപ്പോഴും ശരിയായ അർത്ഥം പ്രകടിപ്പിക്കാൻ പര്യാപ്തമല്ല. ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ പറഞ്ഞോളൂ, പക്ഷെ മലയാളം കൂടെ നന്നായി ഉപയോഗിക്കണം. നമ്മുടെ ഇന്ത്യയിലെ വലിയൊരു ആദ്യത്തെ IT കമ്പനിയായ ഇൻഫോസിസ് ടെക്നോളജിയുടെ അതിന്റെ തലവനായിരുന്ന ആളാണ് നമുക്കറിയാം നാരായണമൂർത്തി. ഇപ്പൊ അദ്ദേഹമല്ല. ആദ്യത്തെ IT കമ്പനി ആയിരുന്നു ഇന്ത്യയിൽ 40 കൊല്ലം മുമ്പ്. 1980 മറ്റോ ഉണ്ടാക്കിയതാണ് നാരായണമൂർത്തി. നാരായണമൂർത്തി സ്വയം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കമ്പനിയുടെ ചെയർമാൻ എന്നോ, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നോ, കമ്പനിയുടെ ഓണർ എന്നോ, കമ്പനിയുടെ മുതലാളി എന്നൊന്നുമല്ല. നാരായണമൂർത്തിയുടെ പദവി റിയാസ് ആ കമ്പനിയിലെ മെന്റർ ആയിരുന്നു. ചീഫ് മെന്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പദവിയുടെ പോസ്റ്റിന്റെ പേര്. പണ്ട് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു സ്വയം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആന്ധ്രാപ്രദേശ് എന്നാണ്. ചീഫ് മിനിസ്റ്റർ എന്നല്ല, എന്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എപ്പോഴെങ്കിലും? ഇത് രാഷ്ട്രീയമല്ല, നിങ്ങളെ വിവേചിച്ചറിയാൻ ഞാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ ആർക്കുണ്ട്? അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എനി സ്റ്റേറ്റ് എന്ന് പറയാനുള്ള ധൈര്യം ആർക്കുണ്ട്? പക്ഷെ ചന്ദ്രബാബു നായിഡു അത് 10-20 കൊല്ലം മുമ്പ് പ്രകടിപ്പിച്ചാണ്. ഇൻഫോസിസിന്റെ ചെയർമാൻ അത് പണ്ടത്തെ നാരായണമൂർത്തി അത് 40 കൊല്ലം മുമ്പ് പ്രകടിപ്പിച്ചതാണ്. അപ്പൊ ഞാനും നിങ്ങളുടെ മെന്ററാണെന്ന് പറയും. ഞാൻ എന്തെങ്കിലും അറിവ് നിങ്ങളിലേക്ക് കുത്തിച്ചെലുത്തുന്ന ഒരാളല്ല, നിങ്ങളെ സഹായിക്കുകയാണ്. അതായത് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ജോയിൻ ചെയ്താൽ നാരായണമൂർത്തി അയാളുമായി നേരിട്ട് സംവദിക്കും, വന്നിട്ട് ചിലപ്പോൾ അയാളുടെ സീറ്റിലേക്ക് വന്നിട്ട് അയാൾ ചെയ്യുന്നതിനെ സഹായിക്കും, അയാളെ പുറത്ത് കെട്ടി അയാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, ഈ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ആ ഉദ്യോഗസ്ഥന് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരാൾക്ക് കോൺഫിഡൻസ് വരും. അപ്പോൾ അയാളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ഉൽപാദനക്ഷമത കൂടും, അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് മുതലാളിയായിട്ട് ഒരു മുറിയിലിരുന്ന് കഴിഞ്ഞാൽ കമ്പനി വലുതാവണമെന്നില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇതിലൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഐ ആം ഗിവിംഗ് യു എ കൗൺസിലിംഗ്. ഓക്കെ, എല്ലാം നമുക്ക് തൽക്കാലം മറക്കാം. ഇനി നമുക്ക് പറയാം
നമ്മുടെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്കറിയാം 100 മാർക്കിന്റെ റിട്ടേൺ എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു. അതിൽ നിങ്ങളുടെ മാർക്ക് ഈസ് ഓൾറെഡി ബീൻ റെക്കോർഡഡ്. ഇനിയുള്ളത് 20 മാർക്കാണ് നമ്മുടെ മുന്നിൽ. ഈ 20 മാർക്കിൽ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ, അതായത് 2017-18 നടന്ന്, അതിൽ പലരും നിങ്ങളിൽ ചിലവർ പങ്കെടുത്തിട്ടും ഉണ്ടാവും ഒരുപക്ഷെ. അതിൽ എൽ പിക്ക് ഒരു 7 മാർക്ക് മുതൽ 14 മാർക്ക് വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. യു പിക്ക് ഒരു 8 മാർക്ക് മിനിമം, ഒരു 15 മാർക്ക് മാക്സിമം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററായിട്ട് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ ഇന്റർവ്യൂവിലും മാർക്കിന്റെ റേഞ്ച് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഒരു മുൻവിധി എടുക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് നിങ്ങളുടെ ഒരു ഉത്തരം നൽകുന്നതിന് കൂടി ബോർഡിനെ വളരെയധികം ഇംപ്രസ് ചെയ്തു എന്ന് വെക്കാം. എങ്കിൽ ബോർഡിന് പഴയ മാനദണ്ഡങ്ങളൊന്നും പാലിക്കേണ്ട യാതൊരു കാര്യമില്ല. 2 മാർക്ക് അവർ തരാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് തന്നിരിക്കും. അത് നിങ്ങൾ നൽകുന്ന ചില ഉത്തരം ഞാൻ ഉദാഹരണത്തെ കൂടി പറയാം. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയേ ഉള്ളൂ, ഇപ്രാവശ്യം അത്രയായിരിക്കും എന്ന് കരുതി മുന്നോട്ട് പോകരുത്. യു ക്യാൻ ഏബിൾ ടു ഫെച്ച് മോർ മാർക്സ് ടു. അതായത് 16, 17, 18 ആണെങ്കിൽ നേടിയെടുക്കാൻ നമ്മുടെ കഴിവാണ്. അതിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞ പോലെ ഒരു വലിയ മലയോളം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോഴാണ് നമുക്കൊരു ചെറിയ കുന്നോളെങ്കിലും എത്തിച്ചേരാൻ പറ്റുക, അല്ലെ? നമ്മൾ ഡ്രീം ചെയ്യുമ്പോൾ, ഡ്രീം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്ന സാധനമല്ല. ഡ്രീം ഈസ് നോട്ട് സംതിങ് യു സീ ഇൻ യുവർ സ്ലീപ്പ്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഡസ് നോട്ട് അലോ യു ടു സ്ലീപ്പ് എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞത്. സ്വപ്നം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറക്കത്തിൽ കാണുന്ന എന്തോ ഒരു സാധനമല്ല, അത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സാധനമായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന, എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതാണ് ഈ ഇന്റർവ്യൂ നമ്മുടെ സ്വപ്നമാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്വപ്നം നിങ്ങളെ ആനന്ദത്തിലേക്കല്ല നയിക്കുന്നത്, നിങ്ങളെ ഒരു ചലഞ്ചിങ് മെന്റാലിറ്റിയിലേക്കാണ് നയിക്കേണ്ടത്. അപ്പോൾ ഇനി 2 മാസം എന്ന് പറയുന്നത് ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് സെറ്റ് എ ഗോൾ ഓൾവേസ് and try to achieve the goal unless it is achieved. അതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. വിവേകാനന്ദൻ അങ്ങനെയാ പറഞ്ഞത്. ഒരു ലക്ഷ്യം നിർദ്ധാരണം ചെയ്യുക, ആ ലക്ഷ്യ നിർദ്ധാരണത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. ഉത്കൃഷ്ടത, ജാഗ്രത എന്ന് പറയുന്നത് ഉണരുക, പ്രവർത്തിക്കുക എന്ന് വിവേകാനന്ദൻ പറഞ്ഞത്. അത് അങ്ങനെയാണ്. ഓക്കെ, മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ടീച്ചർ. പറഞ്ഞ ഈ ചോദ്യം ഞാൻ ആപ്റ്റിറ്റ്യൂഡിൽ അങ്ങോട്ട് ചോദിക്കും അടുത്ത ക്ലാസ്സിൽ. എന്തുകൊണ്ട് നിങ്ങളൊരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു? ഇതാണ് നിങ്ങളോട് ഇന്റർവ്യൂവിൽ വരാൻ പോകുന്ന ഒരു ചോദ്യമെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം, എങ്ങനെ പറയരുത് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എങ്ങനെ പറയണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് 1-2 മാർക്ക് ആ ഉത്തരത്തിന് അധികം കിട്ടും. എന്തൊക്കെ പറയരുത് എന്ന് ഞാൻ നിങ്ങളെ ബോധവാനാക്കിയാൽ നിങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കും. അപ്പൊ നിങ്ങൾ തെറ്റിലേക്ക് പോകാതെ, വഴുതി വീഴാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇതാണ് റൂസോ ഒക്കെ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത്. കേട്ടിട്ടില്ലേ? റൂസോയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നെഗറ്റീവ് എഡ്യൂക്കേഷൻ, വിപരീത വിദ്യാഭ്യാസം. അപ്പൊ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ്. ഇതാണ് ഓക്കെ, വിപരീത നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ റൂസോയുടെ. എന്താണ് നിങ്ങൾ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ റൂസോ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. അല്ലാണ്ട് നെഗറ്റീവ് എഡ്യൂക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്? റൂസോ. ഇതല്ല ചോദ്യം. ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുകയില്ല. കാരണം ബോർഡിനെ അതല്ല അറിയേണ്ടത്. ബോർഡിനെ നിങ്ങൾ ആ കൺസെപ്റ്റിനെ എങ്ങനെ ഗ്രഹിച്ചു എന്നാണ് അറിയേണ്ടത്. കാരണം നിങ്ങൾ മെന്റലി, വൈകാരികമായിട്ട് ആശയം ശരിയായ രൂപത്തിൽ ധരിക്കാനുള്ള ശേഷിയുള്ള ഒരാളായിരിക്കണം. കാരണം
ഓരോ കൊല്ലവും കേരളത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് ചേരുന്നത് 5 ലക്ഷം കുട്ടികളാണ്. ഈ കുട്ടികളുടെ ഭാവിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സർക്കാർ ഏൽപ്പിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് മുൻകൂട്ടി തന്നെ ഒരു ലക്ഷ്യമുണ്ട് സർക്കാരിന്. നിങ്ങളൊരു മുൻവിധിയുള്ള ആളായിരിക്കരുത്. നിങ്ങൾ കാര്യത്തെ ഗൗരവത്തോടുകൂടി കാണുന്ന ആളായിരിക്കണം. നിങ്ങൾ കാര്യം വിവേചിച്ചറിയാൻ ശേഷിയുള്ള ആളായിരിക്കണം. നിങ്ങളുടെ ആശയഗ്രഹണ ശേഷിയുള്ള ആളായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യനിർദ്ധാരണം ശരിയായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു വരുന്ന ഭാവി 5 ലക്ഷം കുട്ടികളുടെ ഭാവി എന്താവും? അപ്പൊ ഒരാളെ സ്പോയിൽ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. 5 ലക്ഷം കുട്ടികളെ ഭാവി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഇന്റർവ്യൂ കൂടി നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് ഫോർമേഷൻ, നിങ്ങൾ എങ്ങനെ ആശയം ഗ്രഹിക്കുന്നു എന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചോദ്യം പറഞ്ഞത്. റൂസോയുടെ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾ അറിയാലോ. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. അപ്പൊ അതിന് ഉത്തരം പറയാം സർ. റൂസോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുമുണ്ട്. അദ്ദേഹം നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്ന് വെച്ച് പറയണമെങ്കിൽ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള റൂസോ ഉദ്ദേശിച്ച കാര്യം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയണം. അപ്പൊ ഏതെങ്കിലും ഒരാൾ പറയൂ, എന്താണ് റൂസോ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ഉദ്ദേശിച്ചത്? റൂസോ പറയൂ, ഏതെങ്കിലും ഒരാൾ ഈ ക്ലാസ്സിൽ പറയൂ. ഇതൊരു ചോദ്യമാണെങ്കിൽ ഉത്തരം പറയൂ. ആര്യ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറയൂ. സർ, അന്ന് വരെ നിലനിന്നിരുന്ന ആ ഒരു സിസ്റ്റത്തിന് എതിരെയുള്ള, അതായത് കുട്ടികളെ വെറും അവരുടെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങൾ മാത്രം മനസ്സിലാക്കി അതുമാത്രം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് മാത്രമാണ് അന്നത്തെ കാലത്ത് തുടർന്നിരുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് തിരിച്ച്, അതായത് കുട്ടിക്കും ഒരു വെറും ഒഴിഞ്ഞ പാത്രമല്ല. അപ്പൊ അത് അങ്ങനെ എന്നുവെച്ചാൽ ആ നിലനിന്നിരുന്ന ആ ഒരു സിസ്റ്റത്തിന് എതിരെ, അതാണ് നെഗറ്റീവ് എന്നതുകൊണ്ട് റൂസോ ഉദ്ദേശിച്ചത്. സ്നേഹപൂർവ്വം പറയട്ടെ ആര്യ. സ്വതന്ത്രരായി കുട്ടികളെ പഠിക്കാൻ അനുവദിക്കും. ആര്യ ആശയം ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, ആര്യ പറഞ്ഞ ഉത്തരം പൂർണ്ണമായി ശരിയല്ല. റോജ പറഞ്ഞ ഉത്തരം ഭാഗികമായി ശരിയാണ്. ഉത്തരത്തിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുട്ടികളെ ഒരു 12 വയസ്സ് വരെയെങ്കിലും സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. യാതൊരു വിധത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളോ അധ്യാപകൻ കുട്ടികളുടെ മേലെ ചെലുത്തരുത്. 12 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, നമ്മൾ പിയാഷെ പറഞ്ഞ പോലെ മൂർത്ത വ്യാപാര ഘട്ടം, 3ാമത്തെ ഘട്ടം. അത് കഴിഞ്ഞ് പിന്നെ ഔപചാരിക ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ്, കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ് ഈ 12 വയസ്സ് കഴിഞ്ഞാലുള്ള കാലഘട്ടം. അപ്പൊ 12 വയസ്സ് വരെയെങ്കിലും കുട്ടികളെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. പക്ഷേ ഇനി പറയാൻ പോകുന്നതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ. പക്ഷേ അവർ തെറ്റിലേക്ക് വഴുതി വീഴുന്നത് തടയുകയും വേണം. അതാണ് ഇമ്പോർട്ടൻ്റ്. ആ വാക്കാണ് ഇമ്പോർട്ടൻ്റ്. കുട്ടികളെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. അവർ പ്രകൃതിയിലേക്ക് മടങ്ങിക്കോട്ടെ, നാച്ചുറലായിട്ട് അവർ പഠിച്ചോട്ടെ, അവർക്ക് തോന്നുമ്പോൾ പഠിച്ചോട്ടെ, തോന്നുമ്പോൾ നിർത്തിക്കോട്ടെ, സ്വതന്ത്രമായി എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ. അധ്യാപകൻ അവരെ സഹായിച്ചാൽ മാത്രം മതി. പിന്നെന്ത് ചെയ്യണം? അതേസമയം അധ്യാപകൻ ചെയ്യേണ്ടത് അവർ തെറ്റിലേക്ക് വഴുതി പോകാതെ നോക്കുകയും വേണം. ഈ തെറ്റിലേക്ക് വഴുതി വീഴാതെ നോക്കുകയും വേണം എന്നുള്ളതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷന്റെ കാതൽ. ഈ കാതൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നം. എല്ലാത്തിനും ഒരു ക്രക്സ് ഉണ്ട്, എൻ്റെ കാതലുണ്ട്. ആ കാതൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക്
ബാക്കിയൊന്നും പെരിഫറൽ ആയിട്ടുള്ള നോളജ് മാത്രം പോരാ, അതിൻ്റെ അന്തർഭാഗത്തെ ഭൂമിയുടെ ഇതുണ്ടല്ലോ, കാന്തം, അതിൻ്റെ ഏറ്റവും അന്തർഭാഗത്തെ കാര്യം അതൊക്കെ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ അത് റൂഷയുടെ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു നിങ്ങൾ തെറ്റായ ഉത്തരം നൽകരുത്. അപ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് വഴുതി വീഴാതെ നോക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ തെറ്റുത്തരവും പറയും നിങ്ങളോട്, ശരി ഉത്തരവും പറയും. തെറ്റായ ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും ഒരു ചോദ്യത്തിന്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ, വൈ എ ടീച്ചർ? ഇത്രേ ചോദിക്കുന്നു. വൈ നോട്ട് സംതിങ് എൽസ്? എന്തുകൊണ്ട് ടീച്ചർ എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗിവ് പ്ലെന്റി ഓഫ് ആൻസേഴ്സ്. ഞാൻ കുറേ തെറ്റുത്തരങ്ങൾ പറയാം. തെറ്റെന്ന് വെച്ചാൽ തെറ്റല്ല, അഭികാമ്യമല്ലാത്തത്. വസ്തുതാപരമായി ചിലപ്പോൾ ശരിയായിരിക്കാം, എന്നാൽ അഭികാമ്യമല്ലാത്ത കുറെ ഉത്തരങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. സർ, എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. സർ, കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മഹത്തരമായ മറ്റെന്ത് കാര്യമുണ്ട്? സർ, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. സർ, വിദ്യധന സർവധനാൽ പ്രധാനമല്ലല്ലേ നമ്മുടെ ആപ്തവാക്യം? സർ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചർമാരായിരുന്നു. ഇങ്ങനെ എത്ര ഉത്തരങ്ങൾ പറയാം? പറഞ്ഞൂടെ? പറയാം. ഇതൊക്കെ ഉത്തരങ്ങളല്ല, ഇതൊക്കെ ചില പറച്ചലുകളാണ്. ഇതൊക്കെ വെർബലായിട്ടുള്ള കുറെ പറയലുകളാണ്. കാര്യം യെസ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറച്ചലുകളാണ്, ഇതൊന്നും ഉത്തരങ്ങളല്ല. ഉത്തരങ്ങൾ വ്യത്യസ്തമാണ്, അത് വേറെയാണ്. ഉത്തരത്തിന് എപ്പോഴും മൂല്യം ഉണ്ടാവണം. ഈ പറഞ്ഞതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ശരിയാണത്, നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഒരു ടീച്ചറാകാൻ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു, ഒരു സോഷ്യലിസ്റ്റ് വ്യൂവില്, ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് വ്യൂവില്, ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് രീതിയിൽ ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള റിട്ടേണിന്റെ രൂപത്തിൽ ഒരു കുറേ കൂടെ സാമൂഹ്യ വിപ്ലവ ചിന്താഗതിയോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടത്. ഞാൻ പിന്നീട് പറയാം. അതാണ് ഞാൻ നിങ്ങൾ തെറ്റിലേക്ക് വഴുതി വിടരുത്. ആദ്യം ഞാൻ നിങ്ങൾ തെറ്റുത്തരം എങ്ങനെ പറയരുത് എന്ന് പറയാം. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. നിങ്ങൾ ആനന്ദം കണ്ടെത്തിക്കോ. അതുകൊണ്ട് കേരളത്തിലെ 10 ലക്ഷം കുട്ടികൾക്ക് എന്ത് ഗുണം എന്ന് തിരിച്ചു വെച്ചാൽ എന്ത് മറുപടിയുണ്ട്? അപ്പൊ അതൊരു ഉത്തരമല്ല. വസ്തുതാപരമായി ശരിയാണ്, കുട്ടികളെ എനിക്കിഷ്ടമാണ്, വസ്തുതാപരമായി ശരിയാണ്. പക്ഷെ ഉത്തരം തെറ്റാണ്. ഉത്തരം അഭികാമ്യമല്ല, നോട്ട് ഡിസയറബിൾ. യെസ്, അടിയിലെ പറഞ്ഞു ഇതൊക്കെ ജനറൽ ആൻസേഴ്സ് ആണെന്ന്. വളരെ വളരെ ശരിയാണ്. നെവർ ബി എ ജനറിക് റിപ്ലൈ. ഒരിക്കലും ഒരു പൊതു ഉത്തരം കൊടുക്കരുത്, സവിശേഷമായ ഉത്തരം കൊടുക്കണം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എഴുതി വെക്കണം. അതായത് ജനറൽ ആയിട്ടുള്ള ഉത്തരം കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. കാരണം ജനറലായ ഉത്തരം ആർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിവൺ ക്യാൻ ഗീവ് എ ജനറൽ ആൻസർ, ബട്ട് ഓൺലി എ ഫ്യൂ ക്യാൻ ഗീവ് സ്പെസിഫിക് ആൻസർ. അപ്പോഴും മനസ്സിലാക്കി നോക്കുക. ഞാൻ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുള്ളൂ. അതൊന്നും വിട്ടുപോകാതെ എഴുതി വെക്കണം. ഇതൊക്കെ എഴുതി വെക്കേണ്ട കാര്യമാണ്. ഞാൻ ഇനി മുതൽ പറയില്ല ഇതൊന്നും എഴുതി വെക്കണം എന്ന് പറയില്ല. അപ്പോൾ ഒരിക്കലും ജനറൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ നൽകരുത്. എപ്പോഴും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം കൊടുക്കണം. അപ്പൊ പൊതുവായ ഉത്തരം നൽകുന്നതിന് പകരം സവിശേഷമായ ഉത്തരങ്ങൾ നൽകണം. സവിശേഷമായ ഉത്തരങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ചോദ്യത്തിൽ ഞാൻ എങ്ങനെ, അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു, ശരിയാണ്. സോറി. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ അച്ഛനും അമ്മമാരൊക്കെ ടീച്ചർമാരായിരുന്നു. അതുകൊണ്ട്
അതാണ് നിങ്ങൾ ടീച്ചറാകാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം. അല്ലാണ്ട് ടീച്ചറിൽ കൂടി സമൂഹത്തിൽ എന്ത് നേട്ടം ഉണ്ടാവുന്നു നിങ്ങളിലൂടെ എന്നതല്ല നിങ്ങളുടെ ലക്ഷ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ വീക്ഷണം വളരെ സങ്കുചിതമായി പോയി അവിടെ. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചും പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നെഗറ്റീവ് എഡ്യൂക്കേഷനാണ്. നിങ്ങൾ തെറ്റുത്തരത്തിലേക്ക് വഴുതി പോകരുത്. അപ്പൊ തന്നെ നിങ്ങൾ ശരി ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഞാൻ ആ വഴി കാട്ടിത്തരികയാണ് നിങ്ങൾക്ക്. പകരം നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം പറയുകയാണെങ്കിലോ, എങ്ങനെ? ഞാൻ അതിൻ്റെ ഉത്തരം പറയാണ്. അതായത് സർ, വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ചോദ്യം എൻ്റെ ഓർമ്മയെ കുറച്ച് പിറകിലോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ഒരു 5-6 ക്ലാസ്സുകളിൽ UP സ്കൂളിൽ പഠിക്കുന്നത് വരെ എനിക്ക് ചെറിയ തോതിലുള്ള ചില വായന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. ഡിസ്ലെക്സിയ പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കുട്ടികളുടെ മുന്നിൽ, സഹപാഠികളുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ വായിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എന്നെ വല്ലാതെ അവസരപ്പെടുത്തിയിരുന്നു. എന്നാൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ലക്ഷ്മി ടീച്ചർ ഇത് മനസ്സിലാക്കുകയും എന്നെ സ്വകാര്യം വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എനിക്ക് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിക്കാൻ തന്നു. എന്നെ മറ്റു കുട്ടികളുടെ കൂടെ നിർത്തി വായിക്കുന്നതിൽ ടീച്ചർ നല്ലവണ്ണം പ്രത്യേക ശ്രദ്ധ കാണിച്ചു. മെല്ലെ മെല്ലെ എൻ്റെ ആ പ്രശ്നങ്ങൾ, എനിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും എൻ്റെ ആ വായന ദൗർബല്യം എന്നുള്ള പ്രശ്നങ്ങൾ മാറുകയും ചെയ്തു. പിന്നീട് അവരെന്നെ ലൈബ്രറി കൂട്ടി പോവുകയും മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ വായന ദൗർബല്യം എന്നുള്ള പ്രശ്നം ലക്ഷ്മി ടീച്ചറിൽ കൂടി മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റിയത്, ടീച്ചർക്ക് പറ്റിയത്. അപ്പൊ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ലക്ഷ്മി ടീച്ചർ ഒരു പ്രതീകമായി നിലനിന്നു. ലക്ഷ്മി ടീച്ചറെ പോലെ ഒരു ടീച്ചർ ആവുക എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അന്ന് മുതലേ മനസ്സിൽ കൊണ്ടുവന്നത്. ആ ആഗ്രഹമാണ് എന്നെ ഇന്ന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനും അങ്ങയുടെ മുമ്പിൽ ഈ ഇന്റർവ്യൂവിന് ഹാജരാകാനും നിമിത്തമായത്. അത് തന്നെയാണ് ഞാൻ ഒരു അധ്യാപകനാവാൻ താല്പര്യം കാട്ടുന്നതിൻ്റെ പിന്നിലെ പ്രചോദനവും സർ. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ വീക്ഷണമുണ്ട്. ഈ ഉത്തരത്തിൽ കൂടി ബോർഡിന് എന്തൊക്കെ മനസ്സിലായി അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തൊക്കെ മനസ്സിലായി? നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഡിസ്ലെക്സിയ പോലുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു, വായനാ ദൗർബല്യം ഉണ്ടായിരുന്നു എന്നുള്ള പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം ബോർഡ് മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വൈമനസ്യവും ഇല്ല, തടസ്സവും ഇല്ല. നിങ്ങൾ സത്യസന്ധനാണ്, ലോയലാണ്, ഇന്റഗ്രിറ്റി ഉള്ള ആളാണ്, ആത്മാർത്ഥത, വിശ്വാസ്യത, സത്യസന്ധതയൊക്കെ ഉള്ള ആളാണ്. നിങ്ങളുടെ പ്രശ്നം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു തകരാറില്ല. ലക്ഷ്മി ടീച്ചർ നിങ്ങളെ വായിക്കാൻ പ്രേരിപ്പിച്ചതും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച കാര്യവും നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായ കാര്യമാണ്. അതായത് 11-12 വയസ്സുണ്ടായപ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് 10, 25, 30 വയസ്സായി. ഇപ്പോഴും നിങ്ങൾ ആ കാര്യം ഇന്നും ഓർക്കുന്നു. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെ, ടീച്ചറെ അനുകരിക്കാനുള്ള ഒരു ശേഷി നിങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അന്നേ ടീച്ചറാകണം എന്നുള്ള ആഗ്രഹം സ്ഥിരോത്സാഹത്തോടു കൂടി നിലനിർത്താൻ നിങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നു. നിങ്ങൾ വളരെ അനുകരണശീലമുള്ള, സോഷ്യൽ ലേണിംഗ് ഉള്ള ആളാണ്. ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പ്രവർത്തിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ബോർഡിന് മനസ്സിലായി ഈ ഉത്തരത്തിൽ കൂടി. അത് നിങ്ങളുടെ ഉത്തരത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കും. മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉത്തരത്തിന് ഒരു വാല്യൂ അഡീഷൻ ഉണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഉത്തരത്തിന് എപ്പോഴും ഒരു മൂല്യം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ള ഉത്തരങ്ങൾക്ക് മൂല്യം ഉണ്ടാവണമെന്നില്ല. ഉത്തരത്തിന് ഒരു വാല്യൂ അഡീഷൻ കിട്ടണമെങ്കിൽ, വാല്യൂ അഡീഷൻ എന്ന് വെച്ചാൽ മൂല്യവർദ്ധനവ്. ഒരു മൂല്യവർദ്ധനവ് കിട്ടണമെങ്കിൽ ആ ഉത്തരം എപ്പോഴും സവിശേഷമായ ഉത്തരമായിരിക്കണം. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോണ്ട് ബി ജനറിക് ബട്ട് ബി സ്പെസിഫിക്. ഇതാണ് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ആപ്തവാക്യം. അപ്പൊ പുസ്തകത്തിൽ എപ്പോഴും രാവിലെ നോക്കേണ്ടത് ഡോണ്ട് ബി ജനറിക്. ജനറിക്, GENERIC, ജനറിക്, ബട്ട് ബി സ്പെസിഫിക്. അപ്പൊ ഒരിക്കലും
പൊതുവായത് പറയരുത്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, മറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയരുത്. നിങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇഫ് യു സേ നിങ്ങൾക്ക് പനിയുണ്ട്, നിങ്ങൾ പറയാണ് ഒരു പാരസെറ്റമോൾ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇഫ് യു സേ ഡോളോ, ഇഫ് യു സേ കാൽപോൾ. എന്താണ് ഈ പാരസെറ്റാമോളും ഡോളോയും കാൽപോളും തമ്മിലുള്ള വ്യത്യാസം? പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നെയിമാണ്, ഡോളോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ പാരസെറ്റാമോൾ തന്നെയാണ്, വേദന സംഹാരി തന്നെയാണ് എല്ലാത്തിലും. ഈ 3 സാധനത്തിലും അടങ്ങിയിരിക്കുന്ന കെമിക്കല് പ്രവർത്തനം എന്താണ്? വേദന ഇല്ലാതാക്കുന്നു, വേദന സംഹാരിയാണ്. ഡോളോ ആയാലും കാൽപോൾ ആയാലും ഈ നമ്മൾ പറയുന്ന പാരസെറ്റാമോൾ ആയാലും. പക്ഷെ ഡോളോ എന്ന് പറയുന്ന ഒരു പ്രത്യേക കമ്പനി ബ്രാൻഡിൻ്റെ ആയിട്ട് ഉണ്ടാക്കിയ ആ ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് നെയിമാണ്. കാൽപോൾ എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ്. പക്ഷെ മറ്റേത് ജനറിക് ആണ്. ഈ ജനറിക് ആയിട്ടുള്ള ഉത്തരം ആർക്കും പറയാവുന്നതാണ്. മറ്റേത് ഒരു ബ്രാൻഡ് നെയിം, ബ്രാൻഡിൻ്റെതായ ഒരു മൂല്യമുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കണം? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മൂല്യം വർദ്ധിക്കും. ഇവിടെ ഇന്റർവ്യൂ ഹാളിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. പരീക്ഷാ ഹാളിൽ നിങ്ങളെ സഹായിക്കാൻ ആളുണ്ട്. ഞാൻ പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പരീക്ഷാ ഹാളിൽ ആരാ നിങ്ങളെ സഹായിക്കാനുള്ള? ഞങ്ങൾ ഒറ്റക്കല്ലേ പരീക്ഷ എഴുതിയത്? ഓരോ ആളും അല്ല, നിങ്ങൾ ഒറ്റക്കല്ല പരീക്ഷ എഴുതിയത്. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല. പരീക്ഷയുടെ കാര്യം ഞാൻ പറയുന്നു, റിട്ടേൺ എക്സാമിനേഷന്റെ കാര്യം. 4 ഉത്തരവുണ്ട്, അറിയില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ശരിയിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള 4 ഉത്തരങ്ങളുണ്ട്. ഈ 4ന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഓപ്ഷൻസ് നിങ്ങളെ ഒരു സഹായിയാണ്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്, ഉത്തരങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഉത്തരങ്ങളിൽ നിന്ന് 2 തീർത്തും ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ബാക്കി 2 സീമിതപ്പെടുത്തി താരതമ്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഈ ഉത്തരം. അപ്പോൾ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഓപ്ഷൻസും ഉണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട്. പക്ഷെ ഹിയർ ഇന്റർവ്യൂവില് യു ആർ എലോൺ. ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ. നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ചെറിയ സൂക്ഷ്മമായ ഉദാഹരണ കാര്യങ്ങൾ പോലും പറയുന്നത്. മറ്റേതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾ പോയാൽ, ഞാൻ കുറെ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ചോദ്യം പറയും, ഒരു ഉത്തരം പറയും, അത് 4 പ്രാവശ്യം ആവർത്തിക്കും. എന്നിട്ട് വേറെ ചോദ്യം പറയും, വേറെ ഉത്തരം പറയും, അത് 4 പ്രാവശ്യം ആവർത്തിക്കും. ഞാൻ അതിനെ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, കാരണം ഞാൻ വിദ്യാഭ്യാസത്തെ കാണുന്ന ആ രീതിയിലല്ല. പോട്ടെ, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും. അപ്പൊ ഇവിടെ ഇന്റർവ്യൂ ഹാളിൽ നിങ്ങൾ ഒറ്റക്കാണ് എന്ന് വെച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അതായത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. യു വിൽ ഹാവ് ടു പെർഫോം ആസ് യുവർ അംബാസിഡർ ടു. നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ടല്ല അവിടെ ബിഹേവ് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് യു വിൽ ഹാവ് ടു എലവേറ്റ് യുവർ സെൽഫ് ആസ് എൻ അംബാസിഡർ ടു യുവർ സെൽഫ്. നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്, മറ്റാരും. നിങ്ങളുടെ ഉത്തരത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ അവിടെ വേറെ ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ. അപ്പൊ നിങ്ങൾ എന്തായിട്ട് പറയണം? നിങ്ങൾ എന്തായി മാറണം? ആരെങ്കിലും പറയൂ, നിങ്ങൾ എന്തായി മാറണം? ബ്രാൻഡ് അംബാസഡർ. ആരുടെ അംബാസിഡർ? നമ്മുടെ തന്നെ. മോഹൻലാൽ ആയിരുന്നു, ഇപ്പം പൃഥ്വിരാജോ മറ്റുമാണ്. കല്യാൺ സിൽക്ക് വിൽക്കുന്ന സാരിയുടെ മൂല്യം വർദ്ധിപ്പിക്കുക, അങ്ങനെ വിൽപ്പന കൂട്ടുക, ഇതാണ് മോഹൻലാലും പൃഥ്വിരാജും ചെയ്തത്. ജയറാമൊക്കെ എന്താണ്? രാമരാജ് കോട്ടൺ മുണ്ട്, കേരളത്തിന്റെ അഭിമാനമുണ്ട്. അവരോട് അംബാസിഡർ. അതെ, അപ്പൊ കേരളത്തിന്റെ അഭിമാനമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ആ മുണ്ടിൽ പ്രത്യേകതയുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പൊ ആ മുണ്ടിന്റെ, രാമരാജ് കോട്ടൺ മുണ്ടിന്റെ മൂല്യം വർദ്ധിപ്പിച്ചത് ഒരുപക്ഷെ ജയറാമാണ്.
മലബാർ ജ്വല്ലറിയുടെ മൂല്യം വർദ്ധിപ്പിച്ചത് പണ്ട് അമിതാഭ് ബച്ചനും മഞ്ജു വാര്യറും ഇപ്പോൾ അനിൽ കപൂറും ഒക്കെയാണ്. പക്ഷെ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സോ യു വിൽ ഹാവ് ടു ബിക്കം ഓർ പെർഫോം ആസ് എൻ അംബാസിഡർ ടു യു. അത് ഇറ്റ്സ് എൻ അഡീഷണൽ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളൊരു കാൻഡിഡേറ്റ് ആയിട്ട് മാത്രം ചുരുങ്ങാതെ അംബാസിഡറായിട്ട് കൂടി വളരണം. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഈ പറയുന്നതൊക്കെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടുമ്പോൾ സാറ് ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഉത്തരങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റിയത്, ഇതൊക്കെ പിന്നീട് മനസ്സിലാവും. ചില കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പം മനസ്സിലാവണമെന്നില്ല, പിന്നീടേ മനസ്സിലാവും. കോവിഡ് അങ്ങനെയാണ്. കോവിഡ് വരുമ്പോ കോവിഡ് കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ടങ്ങ് പോകും. അപ്പോ കുറെ കാണുന്നുണ്ട് റിയാസ്. അപ്പൊ കുറെ കഴിഞ്ഞ് കോവിഡ് ഒക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് കോവിഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതാണ് കൂടുതൽ അപകടകാരിയായ കാര്യം. കോവിഡ് ഈസ് നോട്ട് എ പ്രോബ്ലം ആസ് ഓഫ് ടുഡേ. എന്ന് വെച്ചാൽ പ്രോബ്ലം അല്ല എന്നല്ല ഞാൻ പറയുന്നത്. വെൻ കമ്പയർ ടു ദ റിയൽ കോവിഡ്, പോസ്റ്റ് കോവിഡ് പ്രോബ്ലം ഈസ് ദ റിയൽ പ്രോബ്ലം. അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ പിന്നീടാണ് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളും കോവിഡ് ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്യുന്നതിന് പകരം എൻ്റെ അഭിപ്രായം വി വിൽ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ പോസ്റ്റ് കോവിഡ് എമർജൻസീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ അഭിപ്രായമാണ്. എനിക്കത് ശരിയാണ്, സമർത്ഥിക്കാൻ എനിക്ക് പറ്റുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ഹാളിൽ പോകുമ്പോൾ ചെയ്യേണ്ടത്, യു ക്യാൻ ഗീവ് യുവർ ഓൺ വാലിഡ് ഒപ്പീനിയൻ, ബട്ട് യു വിൽ ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം, പക്ഷേ ഏതഭിപ്രായം പറയാം. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം, നിലവിലുള്ള നമ്മുടെ കരിക്കുലത്തിലും ബോധന രീതിയിലും എന്തെങ്കിലും ന്യൂനതകളുണ്ടായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ താങ്കൾക്ക് എന്ത് നിർദ്ദേശമുണ്ട്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇറ്റ്സ് എ വെരി വെരി ചലഞ്ചിങ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിന് രണ്ട് കാൻഡിഡേറ്റ് രണ്ട് തരത്തിൽ ഉത്തരം പറയുന്നു. ഒരാൾ പറയുന്നു, സർ, നിലവിലുള്ള ബോധനത്തിലും കരിക്കുലത്തിലും നമ്മുടെ രീതിയിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് അങ്ങനെ പറയാം. എന്നാൽ മറ്റൊരാൾക്ക് ഇങ്ങനെ പറയാം, സർ, നമ്മുടെ കരിക്കുലത്തിലും ബോധന രീതിയിലും അടിമുടി മാറ്റം വരുത്തേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ മറ്റൊരാൾക്കും പറയാം. ബോർഡിന്റെ മുന്നിൽ ഈ രണ്ടുത്തരങ്ങളും ശരിയാണ്. അതായത് ഒരാൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റാണ് മറ്റേ ആൾ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ ആൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞ മറ്റൊരാൾ തെറ്റായിരിക്കുമല്ലോ. ഇങ്ങനെയല്ലേ നമ്മൾ കരുതുന്നത്? പറയൂ. അതായത് ഒരാൾ ഒരു ഉത്തരം പറഞ്ഞു, അതിന് വിപരീതമായിട്ട് മറ്റൊരാൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞ ഉത്തരം ആദ്യത്തെ ആൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിന് വിരുദ്ധമായി പറഞ്ഞത് തെറ്റായിരിക്കും എന്നാണ് നമ്മുടെ ലോജിക്ക്. എന്നാണ് നമ്മളെ ഇക്കോ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. തൽക്കാലം ആരെങ്കിലും മൈക്ക് ഓഫ് ആക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, ശരിയാണ്. അപ്പോ ആദ്യത്തെ ഉത്തരം ശരിയാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരാൾ രണ്ടാമത് പറഞ്ഞ ഉത്തരവും അതും എങ്ങനെയാ ശരിയാവുന്നത്? ഇതാണ് രണ്ടുത്തരവും ശരിയാണെന്ന് ഞാൻ പറയാൻ കാരണം, രണ്ട് പറഞ്ഞാലും നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിച്ചാൽ മതി. അപ്പൊ രണ്ട് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ബോർഡിന് മനസ്സിലായി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായത്തെ സമർത്ഥിക്കാനുള്ള ആശയം നിങ്ങളുടെ കയ്യിലുണ്ട്, സമർത്ഥിക്കാനുള്ള ശേഷിയും നിങ്ങൾക്കുണ്ട്. ആദ്യത്തെ ആൾ പറയുന്നത്, സർ, നിലവിലെ നമ്മുടെ ബോധന രീതിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനെ സമർത്ഥിക്കാനുള്ള കാരണം പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ആൾ പറയുന്നത് ബോധന രീതിയിലും കരിക്കുലത്തിലും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യനിർദ്ധാരണത്തിലും അടിമുടി മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തണം, ഇന്നതുകൊണ്ട് മാറ്റം വരുത്തണം, ഇന്ന കാരണം കൊണ്ട് മാറ്റം വരുത്തണം എന്ന് അയാൾക്ക് പറയാൻ പറ്റണം. അപ്പൊ അയാൾക്ക് പറയാം, സർ, നമ്മുടെ ഞാൻ എന്തുകൊണ്ട് മാറ്റം വരുത്തണം എന്നുള്ളതിന്റെ കാരണമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യം ഞാനിപ്പോ പറയാം. സർ,
നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ധാരാളം വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. 1948 ഉണ്ടായ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ മുതൽ 2020 ഉണ്ടായ പുതിയ വിദ്യാഭ്യാസ നയം വരെ TSR സുബ്രഹ്മണ്യനും കസ്തൂരി രംഗനും കൂടി ഉണ്ടാക്കിയ 2020 പുതിയ വിദ്യാഭ്യാസം നയം വരെ ഒരുപാട് വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. 48 രാധാകൃഷ്ണൻ കമ്മീഷൻ, പിന്നീട് 52 മുതലിയാർ കമ്മീഷൻ. ഇതൊക്കെ കേട്ടാൽ മതി. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസത്തിൽ വളരെ വളരെ വിശദമായിട്ട് പറയും. ഇപ്പൊ കേൾക്ക് ഉത്തരം നൽകുന്നതിന്റെ രീതി. 48 വിദ്യാഭ്യാസ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനും ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, പിന്നെ 52 മുതലിയാർ കമ്മീഷനും 64 കോത്താരി കമ്മീഷൻ റിപ്പോർട്ടും 68 പുതിയ വിദ്യാഭ്യാസ നയവും 86 വിദ്യാഭ്യാസ നയവും 92 ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിയും സൈക്കിയ കമ്മിറ്റി, പിന്നെ 93 യശ്പാൽ കമ്മിറ്റി, 2000 കരിക്കുലം, 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, 2007 കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, 2013 കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, പിന്നെ അവസാനമായിട്ട് 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. കേട്ടോ ഇതൊക്കെ? ഓക്കെ സർ, കേട്ടു. ഇപ്പൊ കേട്ടോ മാത്രം മതി, പിന്നീട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അത് ഇത്രയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇത്രയധികം കമ്മീഷൻസും റിപ്പോർട്ടും ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഓരോ സമയത്തും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും ബോധന രീതിയും കരിക്കുലവും ഒക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് മാറ്റം നമ്മൾ വരുത്തിയത്. അല്ലെങ്കിൽ ഒറ്റ കമ്മീഷന് 68 ദേശീയ വിദ്യാഭ്യാസ നയം പോരെ, പിന്നെ 2020 വേറെ വിദ്യാഭ്യാസ നയം കൊണ്ടുവരണം. അപ്പൊ അതിന്റെ അർത്ഥം കരിക്കുലത്തിലും ബോധന രീതിയിലും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിലും കാലാനുക്രമമായ പരിഷ്കരണം ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയധികം കമ്മീഷനുകൾ ഉണ്ടായത്. ദാറ്റ് മീൻസ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ചില മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ ബോധനത്തിലും കരിക്കുലത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. അതിന്റെ ലക്ഷണമാണല്ലോ സർ 1948 മുതൽ 2020 വരെയുള്ള ധാരാളം കമ്മീഷൻ റിപ്പോർട്ടുകളും കരിക്കുലം ഫ്രെയിംവർക്കുകളും എന്ന് പറയുമ്പോൾ ബോർഡിന് മനസ്സിലായി നിങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ചൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാം. എന്തുകൊണ്ട് കരിക്കുലത്തിലും ബോധന രീതിയിലും അടിമുടി മാറ്റം വരുത്തണം എന്ന് പറയാനുള്ള സമർത്ഥിക്കാനുള്ള കാരണങ്ങൾ കൂടി നിങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ പറയും, ഒരു പ്രശ്നമില്ല, ഞാനാണെങ്കിൽ പറയും. അതായത് സർ നമുക്കറിയാലോ 2000 ഈ കഴിഞ്ഞ SSLC റിസൾട്ട് 99.47% ആണ് വിജയം. എപ്പോഴാണ് ഇത് ഉണ്ടായത്? ഈ ഇത്രയധികം റെക്കോർഡ് വിജയം ഉണ്ടായത് എപ്പോഴാണ്? ഞാൻ വിശദീകരിച്ച് പറയാണ്. അതായത് അധ്യയന വർഷത്തിൽ ഒരു ദിവസം പോലും നേരിട്ടുള്ള ബോധനം, അധ്യാപകനും കുട്ടികളും ക്ലാസ്സിലിരുന്ന് നേരിട്ട് ബോധനം നടത്താൻ പറ്റാത്ത ഒരവസരമുള്ള ഘട്ടത്തിലായിരുന്നു ഈ 99.47% വിജയം നാം കൈവരിച്ചത്. എന്ന് വെച്ചാൽ ആ വിജയം കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുത്ത എന്തോ ഒന്നാണ്. നമുക്കറിയാം 200 പ്രവൃത്തി ദിവസവും 1000 മണിക്കൂറുമാണ് നമ്മുടെ ഒരു വർഷത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തന സമയം. അറിയുമായിരുന്നു ഇത്? നമ്മൾ ഒരു വർഷത്തെ പുതിയ അറിവാണ്. എഴുതി വെക്ക്, ഡോണ്ട് വേസ്റ്റ് ടൈം. ഏതൊക്കെയാണ്? ഒരു വർഷം നമ്മുടെ ക്ലാസ്സിന്റെ അധ്യയന വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം 200, പഠിപ്പിക്കുന്ന മണിക്കൂറുകൾ 1000. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി കേരളത്തില്. ഈ 1000 മണിക്കൂറിൽ 5 മിനിറ്റ് പോലും നേരിട്ടുള്ള ബോധനം ഉണ്ടായിട്ടില്ല. ഈ 200 ദിവസങ്ങളിൽ ഒരു ദിവസം പോലും കുട്ടികൾ ക്ലാസ് പോയിട്ടുമില്ല. എന്നിട്ടും വിജയം 99.47 എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും ഒക്കെ കാര്യമായിട്ടുള്ള തകരാറുകൾ ഉണ്ട് എന്ന് തന്നെയാണ് സർ അർത്ഥം, എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യു ക്യാൻ ബി വെരി ക്രിട്ടിക്കൽ ടു. നിങ്ങൾ വിചാരിക്കേണ്ട സർക്കാരിനെ വിമർശിച്ചോട്ട് നിങ്ങളുടെ മാർക്ക് കുറയുന്നു. വിമർശിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്, സമർത്ഥിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് ബോർഡിന് മനസ്സിലാകുമ്പോൾ നിങ്ങളൊരു ഇന്റഗ്രിറ്റിയിലെ പേഴ്സണാലിറ്റി എന്നാ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വെറുതെ വിമർശിച്ചൊക്കെ പോവുകയല്ല ചെയ്യുന്നത്.
സർ, ഞാൻ വിയോജിക്കുകയാണ് അതിനോട്. അതിനുള്ള കാരണങ്ങളും എനിക്കുണ്ട്. ആ കാരണം നിങ്ങൾ പറഞ്ഞു, 200 പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു ദിവസം പോലും 1000 മണിക്കൂറുകളിൽ 1 മണിക്കൂർ പോലും നമുക്ക് നേരിട്ട് ഉള്ള വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത സമയത്ത് പോലും നേരിട്ടുള്ള ബോധനം, വിദ്യാഭ്യാസമല്ല, എഡ്യൂക്കേഷൻ, ബോധനം, ഇൻസ്ട്രക്ഷൻ നടത്താൻ പറ്റാതിരുന്നിട്ട് കൂടി നമുക്ക് ഇത്രയധികം വിജയം നേടാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ടുള്ള തകരാറുകളുണ്ട് സർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കരിക്കുലത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. വിദ്യാഭ്യാസ ബോധന രീതിയിലും മാറ്റം വരുത്തേണ്ടതുണ്ട്, മൂല്യനിർണയ രീതിയിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇത് ഒരു തരം ഇങ്ങനെ ഉള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പറയുന്ന രീതിയെ പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറഞ്ഞൊരു പെഡഗോഗി ഉണ്ട്, അറിയാമോ? ക്രിട്ടിക്കൽ പെഡഗോഗി കേട്ടിട്ടുണ്ടോ? സുബലക്ഷ്മി, സരിക, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. പെഡഗോഗി കേട്ടിട്ടുണ്ട്. പെഡഗോഗി കേട്ടിട്ടുണ്ട്. ബോധനശാസ്ത്രമാണ്, അതെല്ലാവരും കേട്ടിട്ടുണ്ട്. ക്രിട്ടിക്കൽ പെഡഗോഗി, ചിഞ്ചു പറയുന്നു ക്രിട്ടിക്കൽ പെഡഗോഗി കേട്ടിട്ടുണ്ട്. കിഞ്ചു ഞാനിനി പറയുന്നില്ല, ശ്രുതിലയ കേട്ടിട്ടുണ്ട്. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം വിമർശനാത്മക ബോധനശാസ്ത്രം. കറക്റ്റ്, ബോധനശാസ്ത്രം. നിങ്ങളിങ്ങനെ പേര് വിളിക്കുന്ന അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി അറിയാം. ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പറയൂ സാർ. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് നമ്മുടെ കരിക്കുലം എല്ലാം പപ്പാടെ മാറ്റം വരുത്തേണ്ടതിനെ പറ്റി നമ്മളൊരു കാര്യം ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യത്തെ പറ്റി സാറ് പറഞ്ഞല്ലോ. അപ്പം തിരിച്ച് ബോർഡ് നമ്മളടുത്ത് ചോദിക്കുവാണ്, കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം പറഞ്ഞ ആൻസർ നമ്മുടെ കുട്ടികളുടെ കഴിവിനെ കുറച്ച് കാണിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് വെച്ചാൽ കേട്ടു. ഇങ്ങനെയൊന്നും ബോർഡ് ചിന്തിക്കൂല. പറയാം, കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി നേരിട്ടുള്ള ബോധനം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഏതായിരുന്നു ഉത്തരം? നേരിട്ടുള്ള ബോധനം. സർ, ഞാൻ പറയുന്നത് 200 പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു പ്രവൃത്തി ദിവസം പോലും കുട്ടികൾ ഹാജരായിട്ടില്ലായിരുന്നു സ്കൂളിൽ. അതേസമയം 1000 പ്രവൃത്തി മണിക്കൂറിൽ 1 മണിക്കൂർ പോലും ക്ലാസ് മുറിയിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള നേരിട്ടുള്ള ബോധനം നടന്നിട്ടില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത് ഉത്തരം. മറ്റ് കൈറ്റ് പോലുള്ള ചാനലുകൾ, വിക്ടേഴ്സ് പോലുള്ള ചാനലുകൾ വഴി, മൊബൈൽ ഫോൺ വഴി അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും നേരിട്ടുള്ള ബോധനത്തിന് ഉതകുന്നതല്ലല്ലോ സർ. നേരിട്ടുള്ള ബോധനത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ കൈറ്റിന്റെ കീഴിലുള്ള വിക്ടേഴ്സ് ചാനലിനെ അർത്ഥമുള്ളൂ. വിക്ടേഴ്സ് വഴി നടക്കുന്നത് പാസീവ് ലേണിംഗ് അല്ലേ? റിയാസ് ചോദിക്കുന്നു. ശരിയാണ്, ആക്റ്റീവ് ലേണിംഗും ഉണ്ട്, പാസീവ് ലേണിംഗും ഉണ്ട്. സക്രിയരായ ഒരു പങ്കാളികളാക്കി കുട്ടികളെ മാറ്റാൻ നേരിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ പറ്റൂ. കാരണം നേരിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ക്വസ്റ്റ്യനിങ് ഉണ്ട്, ഡയലോഗിങ് ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. ഈ 3 വാക്കുകൾ നോക്കുക: ക്വസ്റ്റ്യനിങ്, ഡയലോഗിങ്, ഫീഡ്ബാക്ക്. ചോദ്യം ചോദിക്കുന്നതുണ്ട്, സംവാദാത്മക രീതിയുണ്ട്, ബോധന രീതിയുടെ കുറേ മെത്തേഡുകളില്ലേ? ബോധന രീതിയും ബോധന സങ്കേതമൊക്കെ പിന്നീട് പറയാം. ഭാഷണ രീതി, ചർച്ചാ രീതി, ചോദ്യോത്തര രീതി, വിവരണ രീതി, വർണ്ണന രീതി, പ്രശ്ന നിർദ്ധാരണ രീതി, ഇങ്ങനെ കുറേ ബോധന രീതികളുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ എന്ത് ബോധന രീതിയാണ് സ്വീകരിച്ചത്? നേരിട്ടുള്ള ആശയ സംവാദത്തിനും ചോദ്യോത്തര രീതിക്കും ചർച്ചാ രീതിക്കും വല്ല പ്ലേവേ മെത്തേഡിനും കളി രീതിക്കും എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ളതിൽ ചില ഇൻഫർമേഷൻസ് പകർന്നു കൊടുത്തു എന്നല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. ബോധന രീതിയിൽ നാം ഇതുവരെ സ്വീകരിച്ച ചർച്ചാ രീതി, ഡിസ്കഷൻ മെത്തേഡ് പറ്റില്ല. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, വിവരണ രീതി ഒരുപക്ഷെ പറ്റിയേക്കാം. ചോദ്യോത്തര രീതി പറ്റില്ല. ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് പറ്റില്ല.
പ്രശ്ന നിർദ്ധാരണ രീതി, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് പറ്റില്ല. പ്ലേവേ മെത്തേഡ് പറ്റില്ല. പ്രോജക്റ്റ് മെത്തേഡ് പറ്റില്ല. അപ്പോൾ ഒരിക്കലും നേരിട്ടുള്ള ബോധനത്തിന് ഉതകുന്ന ഒരു 10% പോലും കോൺട്രിബ്യൂഷൻ ചാനൽ വഴിയുള്ള ബോധനത്തിന് നൽകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓൺലി ലെക്ചറിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. വെരി ഗുഡ്. 5 പറഞ്ഞ ഉത്തരം ശരിയാണ്. ആകെ ഭാഷണ രീതിയും വിവരണ രീതിയും മാത്രമേ പാലിക്കാൻ പറ്റൂ. അല്ലാതെ ചോദ്യോത്തര രീതി, കളി രീതി, പ്രോജക്റ്റ് രീതി, ചർച്ചാ രീതി, ഇതൊന്നും ഈ ഭാഷണ രീതികളൊന്നും അവലംബിക്കാൻ പറ്റാത്ത ഒരു ഇതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ളത് ഒരു പരിഹാരവും അല്ല. പക്ഷെ കോവിഡ് പോലുള്ള അവിചാരിതമായ സന്ദർഭങ്ങളിൽ നമ്മൾ പരമാവധി ചെയ്യാൻ ഉള്ള വഴികൾ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സർ. അത് ആത്യന്തികമായ ഒരു പരിഹാര മാർഗമല്ല എന്ന് തിരിച്ചു പറയണം. അപ്പൊ ബോർഡിന് മനസ്സിലായി, നിങ്ങളുടെ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് മനസ്സിലായി. നിങ്ങൾ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ തയ്യാറെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്തിനാണ് വിധേയത്വത്തോടു കൂടി ആൻസർ പറയുന്നത്? വിധേയനാവേണ്ട എന്താവശ്യമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ വിധേയനാവുക, അനുസരണശീലമുള്ള ആവുക, വിനയാന്വിതനാവുക എന്ന് പറയുന്നത് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത്, സർക്കാരിനെ ഇവിടെ വിമർശിച്ച് ഇവിടെ നമ്മളെ ബോധന രീതിയിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ബോധന രീതിയുടെ പരിമിതികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് വഴി വിജിഷയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ചോദിച്ച വഴി എനിക്ക് മനസ്സിലായത് നല്ല കാര്യം, കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ മനസ്സിൽ കുറെ ഇൻഹിബിഷൻസ് ഉണ്ട്. ഇൻഹിബിഷൻ ഒരു വാക്ക് എഴുതിയെടുക്കുക. INHIBITIONS. ഇൻഹിബിഷൻസ്, തടസ്സങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചില തടസ്സങ്ങളെ നിങ്ങൾ മുന്നോട്ട് നയിക്കും, ചില തടസ്സങ്ങൾ നിങ്ങൾ പുറകോട്ട് നയിക്കും. ഇതൊക്കെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്ത് പ്രോസ്പെക്റ്റീവ് ഇൻഹിബിഷൻ, റിട്രോസ്പെക്റ്റീവ് ഇൻഹിബിഷൻ എന്നൊക്കെ പിന്നീട് പറയാം, സൈക്കോളജി എടുക്കും. ഇപ്പൊ പറഞ്ഞാൽ ആകെ മാറിപ്പോവും. അപ്പൊ മുന്നോട്ട് നയിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും തടസ്സം എങ്ങനെയാ മുന്നോട്ട് നയിക്കുകയാണ്, പറഞ്ഞുതരാം പിന്നീട്. ഇതൊക്കെ ടെക്നിക്കൽ വാക്കാണ്, അതിൻ്റെ അതിൻ്റെതായ അർത്ഥം ഉണ്ട്. പിറകോട്ട് നയിക്കുന്ന തടസ്സമുണ്ട്. ഇതൊക്കെ ഈ ഇൻഹിബിഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കുറേ കറകളാണ്, കുറെ വേണ്ടാത്ത അഭിപ്രായങ്ങളാണ്, വേണ്ടാത്ത നോഷൻ. NOTION, നോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രീ ഓക്കുപ്പൈഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അതിനെയാണ് ഞാൻ കറ എന്ന് പറഞ്ഞത്. കറ മലയാളത്തിൽ സാധാരണ കറയില്ലേ, കറ. അപ്പൊ കുറെ കറകൾ നമുക്ക് മാറ്റിയെടുക്കാറുണ്ട്. ഈ ചോദ്യം കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് ഒരു ശില്പി എങ്ങനെയാണ് ഒരു ശില്പം ഉണ്ടാക്കുന്നത്? ഒരു ശില്പിയുടെ മുന്നിലുള്ളത് ഒരു വലിയ പാറക്കല്ലാണ്, ഒരു കരിങ്കല്ലാണ് ഒരു ശില്പിയുടെ മുന്നിലുള്ളത്. പക്ഷേ ശില്പി എന്താ ചെയ്യുന്നത്? ആ കരിങ്കല്ലിൽ നിന്ന് പല ഭാഗങ്ങളും വെട്ടിമാറ്റി, ചെത്തിമാറ്റി, കളഞ്ഞ് ഒടുവിൽ അതിനൊരു ശില്പമാക്കി മാറ്റുക ചെയ്യുന്നത്. സോ ദ സ്കൾപ്ചർ, ശില്പി അതിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല, ആ കല്ലിലേക്ക് ഒന്നും അങ്ങോട്ട് ചെലുത്തുന്നില്ല. ആ കല്ലിൽ നിന്ന് എന്തൊക്കെയോ മാറ്റുകയാണ് ചെയ്യുന്നത്, വേണ്ടാത്തതൊക്കെ മാറ്റിക്കളയും. അപ്പോഴാണ് വേണ്ടുന്നത് മാത്രം അവശേഷിക്കുക. അപ്പോൾ ഒരു കരിങ്കല്ലിൽ നിന്ന് ശില്പി വേണ്ടാത്ത കുറെ കാര്യങ്ങൾ മാറ്റിയപ്പോൾ പിന്നെ അതിലേക്ക് അതൊരു ശില്പമായിട്ട് മാറി. സോ ഞാനും ഒരു ശില്പിയാണ്. നിങ്ങളുടെ മനസ്സിൽ വേണ്ട കുറെ സംശയങ്ങളും കുറെ അടിഞ്ഞുകൂടിയ ധാരണകളും മുൻധാരണകളൊക്കെ ഉണ്ട്. ആ ധാരണകളൊക്കെ മാറ്റിയെടുത്താൽ നിങ്ങൾ ശരിയായ രൂപത്തിലേക്ക്, ശരിയായ തരത്തിലേക്ക് വരും. സോ അതാണിത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതായിരുന്നു, നിങ്ങൾക്ക് കരിക്കുലത്തിലും ബോധന രീതിയിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം.
രണ്ടു ശരി ഉത്തരാണ്. അതിനാ ഞാൻ പറഞ്ഞത്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല, ഇത് രണ്ടും സമർത്ഥിച്ചാൽ മതി. അപ്പോൾ രണ്ടാളും ശരിയാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ സുഹൃത്ത് പറഞ്ഞു പക്ഷെ ഞാൻ ഉണ്ടെന്നാ പറഞ്ഞത്, മറ്റേ ആൾ പറയും ഞാൻ ഇല്ലാതാ പറഞ്ഞത്, അപ്പൊ എനിക്ക് മാർക്ക് കിട്ടുമോ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂലേ എന്നൊക്കെ നിങ്ങൾ തമ്മിൽ ലഹളയാവും. ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് സുഹൃത്തുക്കള് രണ്ടാളോട് ഒരേ ചോദ്യം ചോദിച്ചു, ഒരാൾ ഉണ്ട് പറഞ്ഞു, ഒരാൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ സംശയം ആരൊത്തരാ ശരി, ആർക്കാ മാർക്ക് കിട്ടുക. ഞാനാണെങ്കിൽ രണ്ടാൾക്കും മാർക്ക് കൊടുക്കും. കാരണം രണ്ടാളും അവരവരുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ സമർത്ഥിക്കുന്നതിൽ വിജയിച്ചു എന്നാണ്. അപ്പൊ ഇതാണ് ഉത്തരം നൽകുന്ന രീതി. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ നിലനിൽക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കയറാം. കട്ട് ചെയ്ത് കയറുമ്പോൾ പ്രശ്നം വരികയാണെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും. ഏതായാലും ഞാൻ ഓഫ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ചായ കുടിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വീണ്ടും വരാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ.